മോളിവുഡ് ടൈംസ് ഇപ്പം റീസെൻ്റ്ലി വന്നൊരു മൂവിയാണ്. ഞാൻ ആ മൂവി കണ്ടപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്താ പറയുക, ശരിക്കും ഒരു ചിരി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതിലൊരു പ്രൊഡക്ഷൻ കൺട്രോൾ ഇൻകം ടാക്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഹാരിസ് ബഷീർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു അവസ്ഥ പറയുകയാണ്. അദ്ദേഹത്തിന് ഓൾറെഡി 500 കോടിയുടെ ലാഭമുണ്ട്. ആ ലാഭത്തിൽ അദ്ദേഹം 30% ടാക്സ്, അതായത് 150 കോടിയോളം ഇൻകം ടാക്സ് പുള്ളി പേ ചെയ്യേണ്ടി വരുന്നു. ഈ 150 കോടിയുടെ ടാക്സ് വരുന്നതിന് കൂടെ തന്നെ പുള്ളി നല്ല നല്ല സിനിമകൾ എടുക്കുമ്പോൾ ഇനിയും അഡീഷണലി ഇൻകം ടാക്സ് വരും. അപ്പോൾ അങ്ങനത്തെയുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഫ്ലോപ്പ് മൂവികൾ എടുക്കും, നല്ല VFXും കൂടുതൽ സെറ്റൊക്കെ ഉള്ള ഒരു മൂവി എടുത്തിട്ട്, അതായത് 10 കോടിയുടെ ചിലവ് കാണിച്ചിട്ട് 35 കോടിയുടെ ബഡ്ജറ്റ് ഉണ്ടാക്കി ടാക്സ് സേവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞാൽ, അങ്ങനെ തന്നെ ആ 150 കോടിയിൽ നിന്ന് നമ്മൾ 35 കോടി കിഴിച്ചാൽ ബാക്കി 115 കോടിക്ക് മാത്രം ഇൻകം ടാക്സ് അടച്ചാൽ മതി എന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ കഥ എഴുതിയ ആൾക്കും ഈ സ്ക്രിപ്റ്റ് എഴുതിയ ആൾക്കും ഇൻകം ടാക്സിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുള്ള 150 കോടിയുടെ ഇൻകം ടാക്സിൽ നിന്ന് എനിക്ക് ടാക്സ് സേവ് ചെയ്യാൻ പുതിയ 10 കോടി ചിലവാക്കുമ്പോൾ പുള്ളിക്ക് 10 കോടിയുടെ ചിലവാക്കിയതിൻ്റെ ഇൻകം ടാക്സിൻ്റെ 30% ബെനിഫിറ്റ് മാത്രം, അതായത് 3 കോടിയുടെ ബെനിഫിറ്റ് മാത്രമേ കിട്ടും. ഈ 10 കോടി ചിലവാക്കിയിട്ട് 35 കോടിയുടെ ബിഗ് ബഡ്ജറ്റ് കാണിക്കാൻ പറയുമ്പോൾ ആ 25 കോടിക്ക് അഡീഷണലി ചിലവ് എക്സ്പെൻഡിച്ചറായിട്ടും ടാക്സ് ആയിട്ട് തന്നെ കിട്ടുമെന്ന് പുള്ളി പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ഇന്ത്യൻ ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഓഡിറ്റോ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് പ്രൊഫഷനോ അതിനൊക്കെ വളരെ പുച്ഛിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇന്ത്യ പോലത്തെ രാജ്യത്ത് അങ്ങനെ ചിലവാക്കാത്ത പൈസക്കൊന്നും യാതൊരു ടാക്സ് ഡിഡക്ഷനും കിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻകം ടാക്സിൽ ഡിഡക്ഷൻ കിട്ടുന്നത് നമ്മൾ ചിലവാക്കിയതിൻ്റെ 30% ആണ് നമുക്ക് ടാക്സ് ഡിഡക്ഷൻ. അപ്പോൾ പ്രാക്ടിക്കലി ഈ പറയുന്ന പ്രൊഡ്യൂസർക്ക് കിട്ടാൻ മാക്സിമം പോസിബിൾ ആകുന്ന ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ 10 കോടി അഡീഷണലി സ്പെൻഡ് ചെയ്താൽ അതിൽ നിന്നൊരു 3 കോടിയുടെ ബെനിഫിറ്റ് കിട്ടും. ആ 3 കോടിയുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ്, അതായത് 150 കോടിയുടെ ഇൻകം ടാക്സ് ഉണ്ട്, അതിൽ നിന്ന് ഞാൻ ഇനിയും ഒരു 10 കോടി ചിലവാക്കണം, എന്നാലാണ് എനിക്കൊരു 3 കോടിയുടെ ഇൻകം ടാക്സിൻ്റെ ബെനിഫിറ്റ്. അങ്ങനെയാണ് മലയാള സിനിമയിൽ എല്ലാവരും അക്കൗണ്ട്സ് ചെയ്യുന്നത്. ഈ ചിലവാക്കാത്ത പൈസയ്ക്ക് അക്കൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സൈൻ ചെയ്ത് തരും എന്നൊക്കെ പറയുമ്പം സാധാരണ ജനങ്ങൾക്ക് കിട്ടുന്ന പിക്ചർ ഇങ്ങനെയാണ്. ഇന്ത്യയിൽ എല്ലാവരും ഇൻകം ടാക്സും അക്കൗണ്ട്സും ഓഡിറ്റൊക്കെ ചെയ്യുന്നുള്ള ഒരു തെറ്റായ മെസ്സേജാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ എപ്പോഴെങ്കിലും അക്കൗണ്ട്സിനെ കുറിച്ചോ ടാക്സിനെ കുറിച്ചിട്ടോ GST കുറിച്ചിട്ടൊക്കെ വളരെ ഇൻ്റലിജൻ്റായിട്ട് മലയാള സിനിമയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം പ്ലീസ് ആരുമായിട്ടെങ്കിലും കൺസൾട്ട് ചെയ്യുക, റെഫർ ചെയ്യുക, അതിനുശേഷം സ്ക്രിപ്റ്റ് എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്.